നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ടിക്ടോക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഫ്ലവേഴ്സ് ഇല്ലേ, അത് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ അത് ട്രൈ ചെയ്യുന്നത്. ഇത് ഒരു ചുള്ളിക്കമ്പാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊമ്പുള്ളൊരു കമ്പെടുത്തു. എന്നിട്ടത് ഞാൻ ആക്രിലിക് പെയിൻറ്റ് ചെയ്തു. പച്ച കളർ ആക്രിലിക് പെയിൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഫ്ലവർ ചെയ്തത്. ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ചെറിയ ഒരു കഷ്ണം. ബാക്കി അത്ര മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്തു നോക്കിയത്. അതൊരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടു. അതിനുശേഷം അത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇത് വെച്ച് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുത്തു. ആദ്യം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പം കുറച്ച് ആണ് അത് ഉരുകി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ നല്ല തണുത്ത വെള്ളം വേണം. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ഐസും കൂടി ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല തണുപ്പുള്ള വെള്ളമാവുന്നതാണ് നല്ലത്. ഞാനൊരു കഷ്ണം തെർമോക്കോൾ എടുത്തിട്ട് അതിലാണ് ഞാൻ ഈ സ്റ്റിക്ക് കുത്തി വെച്ചത്. മെഴുകുതിരി ഉരുക്കിയെടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ മെഴുകുതിരി അതിലേക്ക് മുറിച്ചിട്ടിട്ട് ഉരുക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ 3 വിരൽ കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ആദ്യം തണുത്ത വെള്ളത്തിൽ മുക്കണം, എന്നിട്ട് മെഴുകിൽ മുക്കണം. മെഴുക് നമ്മൾ ഉരുക്കിയതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ തന്നെ ചൂടാറിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് ആ സ്റ്റിക്കിലേക്ക് ഈ 3 വിരലും ആദ്യം വെള്ളത്തിൽ കുത്തി പിന്നെ മെഴുകിൽ കുത്തി നമ്മൾ ആ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ അതവിടെ ഉറച്ച് നിൽക്കും. എൻ്റെ കയ്യിലെ നടുവിരൽ കുറച്ച് വർഷം മുമ്പ് മിക്സിയുടെ ഉള്ളിൽ കുടുങ്ങിയതുകൊണ്ട് അതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പം വിരലുകളെല്ലാം കൂടി ഒന്നിച്ച് നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഈ പൂവുണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ചെരുവും വളവും ഒക്കെ ഉണ്ട്. ആ വിരൽ കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കാത്തത് കൊണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് തന്നെ വേണം ഈ മെഴുകിൽ മുക്കിയിട്ട് എടുക്കാൻ. ഞാനിത് 2-3 പ്രാവശ്യം ഫ്ലവർ ആക്കിയപ്പോഴേക്കും ഈ മെഴുക് നന്നായി തണുത്ത് പോകും. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ ചൂടാക്കിയെടുക്കും. അങ്ങനെയാണ് ചൂടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇത് ഇറക്കി വയ്ക്കും. അപ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ ഒരുപാട് തിളപ്പിക്കല്ല വെള്ളം, കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുമ്പം അധികം കട്ടിയാവാതെ തന്നെ കിട്ടും മെഴുക്. അങ്ങനെയാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കി നോക്കിയത്. ആദ്യമൊന്നും എനിക്കിത് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇത് പല കളറിൽ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇത് ഫുള്ളായിട്ട്